സർ, ACCA 180+ കൺട്രീസിൽ റെക്കഗ്നൈസ്ഡ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സാലറീസിനെ കുറിച്ചൊന്ന് പറയാമോ സർ? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ACCA കിട്ടുന്ന അക്സെപ്റ്റൻസ് കൂടുതലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഫ്ലെക്സിബിലിറ്റിയാണ്. അതായത് ACCA ചെയ്യുമ്പോൾ 13 എക്സാംസ് ഉണ്ട്. +2 കഴിഞ്ഞൊരു കുട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അതല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ചെയ്യണം, അതായത് യൂണിവേഴ്സിറ്റീസുമായിട്ടുള്ള എക്സംഷൻ മോഡൽ. അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓരോരോ പേപ്പറായിട്ട് എഴുതിയെടുക്കാം. ഇവിടെ ഗ്രൂപ്പ് സിസ്റ്റം ഇല്ല. സെക്കൻഡ് തിങ്, പാസ് റേറ്റ് കൂടുതലാണ്. നോർമലി ഒരു 40 to 50% കുട്ടികൾ ACCA പാസ്സാവാറുണ്ട്. മൂന്നാമതായിട്ട് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു UK പ്രോഗ്രാമാണ് ACCA. അതായത് അക്കൗണ്ടിങ്ങിനും ഓഡിറ്റിങ്ങിനും പ്രോമിനൻസ് ഉള്ള കോമേഴ്സ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ് ACCA. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ പോലെ ഇന്ത്യയിൽ സൈനിങ് പവർ ACCAക്ക് ഇല്ല. ഇനി സാലറിയെ പറ്റി പറയുമ്പോൾ, അപ്പോൾ ഏതൊരു പ്രൊഫഷണലാണെങ്കിലും സാലറി ഡിസൈഡ് ചെയ്യുന്നത് ഒരു 4-5 ഫാക്ടേഴ്സിൻ്റെ ബേസിലാണ്. ഇപ്പോൾ ACCയുടെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ ACCA കംപ്ലീറ്റ് ചെയ്ത ഒരാൾ അഫിലിയേറ്റ് ആണോ മെമ്പറാണോ. 2, എക്സ്പീരിയൻസ്. 3, ലൊക്കേഷൻ. 4, കമ്പനി. 5, ജോബ് പ്രൊഫൈല്. ഈ 5 ഫാക്ടേഴ്സാണ് നമ്മുടെ സാലറി സ്കെയിൽ ഡിസൈഡ് ചെയ്യുന്ന പ്രൈമറി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു എൻട്രി ലെവലിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് മെമ്പേഴ്സിൻ്റെ നോക്കാം. ഇന്ത്യയിലൊരു സാലറി സ്കെയിൽ നോർമലി ആൾ ആണെങ്കിൽ, മെമ്പറാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ACCയുടെ എക്സാംസ് എല്ലാം പാസ്സായി ആ 3 വർഷത്തെ എക്സ്പീരിയൻസ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്ന ആളാണ്. ഒരു ആവറേജ് സാലറി റേഞ്ച് എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 6 to 8 lakhs per annum. രണ്ടാമതായിട്ട് അഫിലിയേറ്റ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, അഫിലിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാംസ് കംപ്ലീറ്റ് ചെയ്തു പക്ഷേ എക്സ്പീരിയൻസ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇവരുടെ എൻട്രി ലെവലിലെ ഒരു സാലറി പാക്കേജ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 3 to 6 lakhs ആയിരിക്കും. ഇനി ചില സ്റ്റുഡൻസ് ഈ 9 പേപ്പർ പാസ്സായി കഴിയുമ്പോൾ, അതായത് സ്കിൽ ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ജോലിക്ക് കയറുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 2 to 3 lakhs ആണ് ഒരു ആവറേജ് സാലറി റേഞ്ച് ഇന്ത്യയിൽ വരുന്നത്. ഇനി ഏതൊക്കെ കമ്പനീസിലാണ് ഇവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ബിഗ് ഫോഴ്സിലും, ദാറ്റ് ഈസ് ബിഗ് ഫോർ അറിയാമല്ലോ, KPMG, EY, Deloitte, PwC. അപ്പം അതുകൂടാതെ JP Morgan, മോർഗൻ സ്റ്റാൻലി, BDO, GT, ഇതെല്ലാം കൂടാതെ ഇന്ത്യയിൽ ഒരുപാട് ഔട്ട്സോഴ്സിങ് കമ്പനീസ് ഉണ്ട്. Q4 അക്കൗണ്ടിങ്, കൺസീറോ ഗ്ലോബൽ, കൺസീറോ, പേപ്പർ ചേസ്, നൗകാർ, ഇതുപോലെയുള്ള ഔട്ട്സോഴ്സിങ് കമ്പനീസിലും ACCAക്കാർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറുണ്ട്.